നമസ്കാരം. ജമ്മു കാശ്മീരിലെ റിയാസിയിൽ കൊല്ലപ്പെട്ട ആ മനുഷ്യർക്ക്, ആ ഹിന്ദു വിശ്വാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമമോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോ എത്തിയോ? ഇല്ല, കാണാനിടയില്ല. എല്ലാ കണ്ണുകളും പലസ്തീനിലാണ്. കൊല്ലപ്പെട്ടതാകട്ടെ ഹൈന്ദവ വിശ്വാസികളും. അപ്പോൾ എന്താണ് റിയാസിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. ജൂൺ 9-ന് റിയാസിയിലെ ശിവ്ഗോരി ക്ഷേത്രത്തിൽ നിന്ന് ഖത്രയിലേക്ക് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ 10 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബസ് ഡ്രൈവർക്ക് നേരെ വെടിയുതിർക്കുകയും തൊട്ടു പിന്നാലെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഭീകരരുടെ ആക്രമണത്തെ ചെറുക്കാനും ബസ് സുരക്ഷിതമായി ഒതുക്കുവാനും ഡ്രൈവർ ശ്രമിച്ചതായി പരിക്കേറ്റവർ പറയുന്നുണ്ട്. ഭീകരർ ബസിന് നേരെ വെടിയുതിർത്തപ്പോൾ ഡ്രൈവർ വിജയകുമാർ ബസ് നിർത്തിയില്ല. ആദ്യ വെടികളിൽ ഒന്ന് അയാൾക്ക് കൊണ്ടപ്പോഴും പ്രാണൻ പോകുമ്പോഴും തന്നാൽ കഴിയുന്നത് പോലെ അയാൾ വാഹനം നിയന്ത്രിക്കാനായി ശ്രമിച്ചു. പക്ഷേ നിയന്ത്രണം നഷ്ടമായി വാഹനം ഒരു കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. ആദ്യ വെടിവെച്ച കേട്ടയുടനെ അദ്ദേഹം അബദ്ധവശാൽ വാഹനം നിർത്തിയിരുന്നെങ്കിൽ ആ തീവ്രവാദികൾ ബസ്സിൽ കടന്നു കയറി എല്ലാവരെയും കൊല്ലുമായിരുന്നു. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ മരണസംഖ്യ 10-ൽ നിൽക്കുകയുമില്ലായിരുന്നു. മറിച്ച് വാഹനത്തിലുണ്ടായിരുന്ന 50 പേരും കൊല്ലപ്പെട്ടേനെ. അദ്ദേഹത്തിന്റെ ഈ ധീരമായ പ്രവൃത്തി ബസ്സിലെ നിരവധി തീർത്ഥാടകരുടെ ജീവൻ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. മരിച്ചവരുടെ കൂട്ടത്തിൽ 2 വയസ്സുകാരനായ ടിറ്റോയുമുണ്ട്. ഒന്നും അറിയാത്ത ആ പിഞ്ചു പൈതൽ എന്ത് തെറ്റാണ് ചെയ്തത്? പിച്ച വച്ച് ഈ ലോകമൊന്ന് കാണുന്നതിന് മുമ്പേ തന്നെ ആ ഭീകരർ ആ പിഞ്ചു ജീവൻ പറിച്ചെടുത്തു. എന്നാൽ ആ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയും ഈ പലസ്തീൻവാദികളുടെ കണ്ണിൽ പിടിച്ചിട്ടില്ല. സ്വന്തം രാജ്യത്ത് നടന്ന ഈ കൂട്ടക്കൊലയ്ക്ക് മുമ്പിൽ കണ്ണടച്ച് അങ്ങ് വിദേശത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് മാത്രം വാതോരാതെ സംസാരിക്കുന്നതിന് പിന്നിലെ ഈ സാമൂഹിക ബോധം മാത്രം മനസ്സിലാവുന്നില്ല. എന്തിന് പലരും ഇങ്ങനെ ഒന്നും നടന്ന വിവരം പോലും അറിഞ്ഞിട്ടില്ല. ചില പ്രത്യേകതരം വിഷയങ്ങൾ വരുമ്പോൾ മാത്രം സാമൂഹിക ബോധം വരുന്ന കൂട്ടരെ നിങ്ങൾക്ക് നമോവാകം. ആ 2 വയസ്സുള്ള ആ കുഞ്ഞു മുഖമൊന്നും നിങ്ങളുടെ കണ്ണിൽ പിടിക്കുന്നില്ലേ? സ്വദേശത്തെ കുഞ്ഞു ജീവന് വില നൽകാത്ത നിങ്ങളാണോ ഗസയിലെയും റാഫയിലെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാതോരാതെ പറഞ്ഞത്? ഒരു വെളുത്ത വിരിപ്പ് കൊണ്ട് പുതപ്പിച്ചിരിക്കുന്ന അവന്റെ കിടപ്പ് കണ്ടാൽ മനസാക്ഷിയുള്ളവനെല്ലാം നോവും. ശാന്തനായി ഉറങ്ങുന്നത് പോലെ കട്ടി മുടി വന്ന് തുടങ്ങിയിട്ടില്ലാത്ത തലയിൽ ഒരു പാറക്കല്ല് തലയിണയാക്കി ആ കൊടും തണുപ്പിൽ വെറും മണ്ണിൽ അവസാനമായി അവൻ കിടക്കുന്നു. ആ കുഞ്ഞു നാസാഗ്രത്തിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് പോലെയുള്ള ചോരപ്പാട് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ്. നിരോധിത ലഷ്കർ ഇ തോയ്ബ ഭീകര സംഘടനയുടെ ശാഖയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്തിരുന്നുവെങ്കിലും പിന്നീട് പ്രസ്താവന പിൻവലിച്ചു. ലഷ്കർ ഇ തോയ്ബയിൽ നിന്നുള്ള വിദേശ ഭീകരർക്കായി സുരക്ഷാ സേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു റിയാസി ആശുപത്രികളിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. എന്തു തന്നെയായാലും ആകാശം ഇടിഞ്ഞു വീണാലും റിയാസിയിൽ നടന്ന ഭീകരാക്രമണത്തിന് തക്കതായ തിരിച്ചടി ഉണ്ടാവുമെന്ന് അമിത്ഷാ അറിയിച്ചിട്ടുണ്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവരെ പിടികൂടുകയും ചെയ്യും, തിരിച്ചടി നൽകുകയും ചെയ്യും. അത് മുമ്പും കണ്ടതാണല്ലോ. പലസ്തീന് വേണ്ടി വാവിട്ട് കരയുന്നവരെ നിങ്ങളുടെ ഇടത് പൊളിറ്റിക്കൽ ഇസ്ലാമിക് നിലപാടുകൾ വെളിച്ചത്തായിരിക്കുന്നു. അന്ന് വാവിട്ട് കരഞ്ഞ ഒരാളുടെയും ഒരു പ്രമുഖന്റെയും സോഷ്യൽ മീഡിയകളിൽ ഇത് കാണില്ല. തീർച്ച. കാരണം കൊല്ലപ്പെട്ടതെല്ലാം ഹിന്ദുക്കളാണല്ലോ.